മനു നോക്കൂ, മുഖ്യമന്ത്രി ഇന്നും ഡൽഹിയിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റ് ചെയ്തവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നുള്ളതാണ്. നേരത്തെ ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചത്, SITയെ ചുമതലപ്പെടുത്തിയത്, അത് സർക്കാർ പിന്നെ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ട് അങ്ങനെ ഒരു അന്വേഷണം വന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു തെറ്റായ വ്യാഖ്യാനത്തിനും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ മുതിരുന്നുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഭയം കൊണ്ടായിരിക്കാം ഇനിയിപ്പോൾ അന്വേഷണത്തിൻ്റെ കുന്തമുന ചെന്ന് എത്തുന്നത് ഇനി രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിലൊക്കെ ആയിരിക്കുമോ എന്നുള്ള ആശങ്കയുണ്ടാകാം ഒരുപക്ഷെ. എങ്കിലും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും ഹൈക്കോടതിയും ഏകദേശം ഒരുപോലെയാണ് ചിന്തിക്കുന്നതെന്നുള്ള രീതിയിലാണ്. പക്ഷേ നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ നേതൃത്വം പ്രതിപട്ടികയിൽ വരുമോ? ദേവസ്വം ബോർഡ് ഇപ്പോഴും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് പത്മകുമാർ പറയുന്നത്. അതുപോലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമായി മാറുമോ എന്നുള്ള ആശങ്ക ഞാൻ വീണ്ടും പ്രകടിപ്പിക്കുകയാണ്. അവിടെയാണ് BJPയുടെ ഒക്കെ ഇടപെടൽ അനിവാര്യമായിരിക്കുന്നത്. അല്ല, കേരളത്തിൽ നടന്ന ഏതെങ്കിലും ഒരു ഗുരുതര സംഭവങ്ങളോട് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി? കേരളത്തിലെ ഒരു സംഭവങ്ങളും എനിക്കറിയില്ല എന്നുള്ള ഒറ്റ ഡയലോഗ് കൊണ്ട് പറയുന്നൊരു സമീപനമാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കുന്നതിൻ്റെ മുന്നിൽ കയറി നിന്ന് നടക്കുക എന്നുള്ളതിനപ്പുറം ഗൗരവതരമായ ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതിൽ പരാജയപ്പെട്ട ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു, കോടതി ഒരു തീരുമാനമെടുത്തു, അന്വേഷണം വയ്ക്കണമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാത്തതോ നിഷേധിക്കാൻ പറ്റുന്നതോ ആയ കാര്യമല്ല. സ്വർണം കട്ടില്ല എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് സാധ്യമല്ല. കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരുന്നൊരു സ്ഥലത്താണ് നേരിട്ടൊരു കള്ളം നടന്നിരിക്കുന്നത്. ഇവിടെ LDFൻ്റെ പ്രതിനിധിയായി വന്ന അദ്ദേഹം സൂചിപ്പിച്ച് പറഞ്ഞത് എന്താണ്? ഇതൊക്കെ നടക്കുന്നത് അവിടെ നടക്കും, ഇതിനെന്തിനാണ് ദേവസ്വം ബോർഡിനെ പറയുന്നത്? ദേവസ്വം ബോർഡ് വകുപ്പിന്, അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാന്, അതിൻ്റെ പ്രസിഡൻറ്റിന്, അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിക്ക് ഇതിലൊക്കെ എന്തൊരു ഉത്തരവാദിത്തമാണുള്ളത്? അവരറിഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? അതിലെന്താണ് അവർക്ക് തീരുമാനമെടുക്കാനുള്ളത് എന്നുള്ളതാണ്. അങ്ങയോട് എനിക്ക് വിനയപുരസ്കാരം പറയാനുള്ളത്, ഈ ശബരിമലയ്ക്കകത്ത് 2 യുവതികളെ പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുവന്ന് അവിടെ, യുവതികളെന്ന് പറഞ്ഞാൽ അവിശ്വാസികളായ സ്ത്രീകളെ കയറ്റിയതിനു ശേഷം അതെന്തോ ഒരു വേൾഡ് കപ്പ് നേടിയ അർത്ഥത്തിൽ ഇറങ്ങി വന്ന് നിന്ന് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി എന്തോ ഒന്ന് വലിയ കാര്യം നടത്തി, അതിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് അഭിമാനത്തോടു കൂടി പറയുമ്പോൾ അവിടെ അവർക്ക് ഇടപെടലുകൾ ഉള്ളതുകൊണ്ടല്ലേ? 2, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, അയ്യപ്പൻ സംഗമം നടത്തുകയാണ് ശബരിമലയുടെ സംരക്ഷണത്തിന് എന്ന് പറഞ്ഞിട്ട്. ശബരിമലയിലുണ്ടാകുന്ന വരുമാന വർധനവെല്ലാം ഞങ്ങളെന്തോ കപ്പ നട്ടുകൊണ്ടുവന്ന മാനസികാവസ്ഥയിൽ വന്ന് ഓരോ തവണ പറയുന്നുണ്ട്. എന്താണ്, ഇത്ര കോടി രൂപ ഇത്തവണ വരുമാനമായി നമ്മുടെ ശബരിമലയിൽ വന്നു. എന്നിട്ട് അതെന്തിനൊക്കെയാണ് ചെലവഴിക്കുന്നതെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ ഒരു ഭക്തജനങ്ങൾക്കും അറിയാനുള്ള സാഹചര്യം ശബരിമലയിലില്ല. ഇവർ പറയുന്നത് കേട്ടാൽ എല്ലാ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് ഒരുക്കി കൊടുത്തിട്ടാണ്, ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ വരുമാന വർധനവും ഈ ഭക്തജനങ്ങളുമൊക്കെ ശബരിമലയിൽ എത്തുന്നതെന്നാണ്. അങ്ങനെയല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ക്ഷേത്രങ്ങളിൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. ഇവിടെ വരുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടാകുന്ന വലിയ റവന്യൂ വരുമാനം ഈ മന്ത്രിമാർക്കും ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം അത് ഖണ്ഡിക്കാൻ ശ്രമിച്ചു. KSRTCയിൽ കൊടുക്കുന്നത് പോലെ ഇവിടെ കൊടുക്കുന്നുവെന്നാണ് പറഞ്ഞത്. ശബരിമലയിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ശബരിമലയുടെ പണം, അവിടുത്തെ ഭക്തർ ഉപയോഗിക്കുന്ന പണം കൊടുക്കുന്നുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിന്, അവിടെ ഉപയോഗിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്പെഷ്യലായി കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ശബരിമല കാലഘട്ടത്തിൽ മാത്രം KSRTCയിൽ മുളച്ചു പൊന്നുന്ന ഒരു പ്രത്യേക സംവിധാനമുണ്ട്. പ്രത്യേകമായിട്ടുള്ളൊരു ബസ് സംവിധാനം, ഭക്തർക്ക് പോകാനുള്ള സ്പെഷ്യൽ ബസ് ശബരിമല. ഇത് കാണുമ്പോൾ ഒരു ബോർഡ് കണ്ടാൽ നമ്മൾ വിചാരിക്കുക ശബരിമല കാലഘട്ടത്തിൽ എന്തോ ഒരു പ്രത്യേക ആനുകൂല്യം ഭക്തർക്കായി ഈ ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നു എന്നാണ്. അങ്ങനെയല്ല. ആ സ്പെഷ്യൽ ബസ്സിൻ്റെ പ്രത്യേകത, തിരുവനന്തപുരത്ത് നിന്ന് ശബരിമലയിലേക്കോ പമ്പയിലേക്കോ സാധാരണഗതിയിൽ പോകുന്ന ബസ്സിൻ്റെ 1 ഇരട്ടിയിലധികം പണം കൊടുത്താൽ മാത്രമാണ് പിന്നെ ആ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുക. നമ്മൾ ഏതെങ്കിലും കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ബസ് കയറാൻ നിൽക്കുമ്പോൾ ശബരിമലയിലെ സ്പെഷ്യൽ ബസ് വന്നാൽ അതിലൊന്ന് കയറിപ്പോയാൽ, അയ്യപ്പനാവണമെന്നുമില്ല, ആരെങ്കിലും ഒന്ന് കയറിപ്പോയാൽ അയാൾക്ക് തൊട്ട് പിറകെ വരുന്ന
സ്പെഷ്യൽ ബസ് അല്ലാത്ത KSRTC കൊടുക്കുന്ന പണം കൊടുത്താൽ പോരാ, സ്പെഷ്യൽ ചാർജ് കൊടുക്കേണ്ടി വരുന്നു. ശബരിമല കാലഘട്ടത്തിൽ ഭക്തരെ ദ്രോഹിച്ച് എല്ലാ സമീപനവും സ്വീകരിച്ചിട്ടാണ് ഈ വർത്തമാനം ഇവിടെ വന്നിരുന്നു പറയുന്നത്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന സമീപനം കാണിച്ചിട്ടില്ലാത്തൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, 2019 മുതലെന്നല്ല, ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ഭരണകാലഘട്ടത്തിലും ഇത്രയും കൊള്ളയും കള്ളവും നടത്തുന്നതാണെന്ന് ഒരു സംശയമില്ല. ശ്രീകുമാർ സാറ് പറഞ്ഞതിനെ അങ്ങേയറ്റം മുഖവിലക്കെടുത്തുകൊണ്ട് ഒരു കാര്യം മാത്രമാണ് ആഡ് ചെയ്യാനുള്ളത്. 2019 മുതലെന്നല്ല, അതിനു മുമ്പും പിന്നിലേക്കും പോയാൽ ഇത്തരം ധാരാളം കഥകളുണ്ട്. അവിശ്വാസികൾ ക്ഷേത്രങ്ങൾ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, കള്ളവും കൊള്ളയും നടത്തി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ കക്കാൻ പറ്റുന്ന ഒരിടമായി കേരളത്തിലെ ക്ഷേത്രങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഗൗരവതരമായി കേരളം ചർച്ച ചെയ്യുകയും പരാജയപ്പെട്ട അപകടകരമായ അമ്പലക്കൊള്ള നടത്തുന്ന ഒരു ഗവൺമെൻറ്റായി മാറുകയും ചെയ്തു. കോടതി അത് ഇടപെടുമ്പോൾ അതെല്ലാം ഞങ്ങളുടേതാണ്. എങ്ങനെയാണോ ദേശീയപാതകൾ കേന്ദ്ര സർക്കാർ വികസിപ്പിക്കുമ്പോൾ ഫ്ലക്സ് ബോർഡ് കൊണ്ടുവച്ച് അത് ഞങ്ങൾ നടത്തുന്നതാണെന്ന് പറയുന്നത്, അതേ മാനസികാവസ്ഥയും മനോനിലവാരവുമാണ് ക്ഷേത്രങ്ങളിൽ ഇത്രമാത്രം. അയ്യപ്പ ക്ഷേത്രം, ശബരിമല മാത്രമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്. നിരവധി ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട്. തന്നെയും പിടിക്കപ്പെടുമ്പോൾ ഇത് അംഗീകരിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്.